അശ്വന്ത് ഒരു ഹേറ്റും സ്പ്രെഡ് ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. വളരെ റെസ്പെക്റ്റ്ഫുള്ളിയാണ് അശ്വന്ത് സംസാരിച്ചത്. അവിടെ കൂടെ തന്നെ ഇറങ്ങിയ പടമാണ് സുഖമാണോ സുഖമാണോ. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ഇപ്പോൾ 2 ദിവസം മുമ്പ് അശ്വന്തിൻ്റെ റിവ്യൂവിൻ്റെ താഴെ വന്ന ഒരു കമൻ്റാണ് ഈ പടത്തിൻ്റെ പേര് മാറ്റി സുഖമാണോ സുഖമാണോ എന്നിടുന്നതായിരിക്കും നല്ലതെന്ന്. അതിൻ്റെ താഴെ കുറേ കമൻറ്റുകളുണ്ടായിരുന്നു. വാട്ടർ ഗോൺ അങ്ങനെയുള്ള ഈ ഈ ഒരു ടൈപ്പ് കമൻറ്റുകളുടെ കൂടെ സാറിന് എന്താണ് തോന്നുന്നത്? ഞാനൊന്നും ആ കഥ ഞാൻ അങ്ങനെയുള്ള കമൻറ്റുകൾ കണ്ടില്ല. അത്തരത്തിലുള്ള കമൻറ്റുകൾ അത് ഓരോരുത്തർ എഴുതുന്ന കമൻ്റല്ലേ. ഓരോരുത്തർ അവർക്ക് തോന്നിയത് ചെയ്യുന്നു, അവരെഴുതുന്നു. നമുക്ക് എന്താ പറയുക, ഈ ഈ ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സോഷ്യൽ സെറ്റയർ ഒരു സിനിമയാണ്. അത് വളരെ ഭയങ്കര ലേഡായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്ന ഒരു സിനിമയാണ്. ഒരു സെറ്റയറാണ്. അതൊരു ഒരു ഒരു മിററാണ്. ഒരു സോഷ്യൽ ഒരു സൊസൈറ്റിയിലേക്ക് ആ മിററിനെ തിരിച്ചു വെച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ സിനിമയാണ്. അതിനങ്ങനെ ആ സിനിമയിൽ ആവശ്യത്തിന് തമാശയുണ്ട്. ഇത്തരം തമാശകൾ അതിൻ്റെ കൂടെ വേണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ സിനിമയ്ക്കകത്തൊരു തമാശയുണ്ട്. സിനിമയ്ക്കകത്ത് കുറച്ചൊരു ഞാൻ അതിനൊന്നും മറുപടി പറയേണ്ടതില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ അശ്വന്ത് പറഞ്ഞൊരു കാര്യമാണ് ഈ പടത്തിനൊരു കഥയില്ലാത്ത കഥയാണ് ഈ പടം എന്നുള്ളത്. അങ്ങനെ പുള്ളി അല്ലാണ്ട് തന്നെ പറയുന്നുണ്ട് സാറിന് ഒരു വലിയൊരു ഫാനാണെന്ന്. സ്റ്റിൽ ഇതുപോലെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നതിനെ പറ്റി സാറിന് എന്താ തോന്നുന്നത്? അശ്വന്ത് ഒരു ഹേറ്റും സ്പ്രെഡ് ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. വളരെ റെസ്പെക്റ്റ്ഫുള്ളിയാണ് അശ്വന്ത് സംസാരിച്ചത്. ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിലും ആ സിനിമയോടും വളരെ റെസ്പെക്റ്റോടുകൂടിയാണ് അശ്വന്ത് സംസാരിച്ചത്. കഥയില്ലെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ആ കഥയില്ല എന്ന് പറഞ്ഞത് ഈ സ്ട്രെയിറ്റ് നരേറ്റീവിലൂടെ ചിലപ്പോൾ അത് ആലോചിച്ചാൽ എനിക്ക് തന്നെ കഥ പറയാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം എന്നോട് പറയാം ഈ സിനിമയുടെ കഥ പറയാൻ പറഞ്ഞാൽ ആ സ്ട്രെയിറ്റ് അതിൻ്റെ ഒരു അത് തിരക്കഥയാണ്. ആ സിനിമയുടെ സീൻ ടു സീൻ കോർത്ത് പോകുന്ന ഒരു തിരക്കഥയാണ്. തിരക്കഥ ഒരു സിനിമയ്ക്ക് ഇന്ന രീതിയിൽ കഥ പറഞ്ഞുകൊള്ളണം നിർബന്ധമില്ല. ഈ രീതിയിലായിരിക്കണം സിനിമയുടെ കഥ പറയേണ്ടതെന്നുള്ളത് നിയമമില്ല. പിന്നെ ഇത് കണ്ട ആളുകൾക്ക് ഒരു കഥ അന്വേഷിച്ച് പോയാൽ ഒരു കഥയുണ്ടാവില്ല എന്നായിരിക്കും അശ്വന്ത് പറഞ്ഞത്. കറക്റ്റാണ്. അങ്ങനെ സ്ട്രെയിറ്റ് നറേറ്റീവിൽ ഒരു കഥ അന്വേഷിച്ച് പോയാൽ അതിനൊരു കഥയില്ല. ശരിയാണ്. അതിൻ്റെ ഒരു റിവേഴ്സ് ഓർഡറാണ് ഞാൻ പറഞ്ഞത്. കഥ പറയുമ്പോൾ റിവേഴ്സ് ഓർഡറിൽ മാത്രം പറയും. റിവേഴ്സ് നറേറ്റീവിൽ മാത്രമേ എൻ്റെ കഥ പറയാൻ പറ്റുള്ളൂ. സ്ട്രെയിറ്റ് നറേറ്റീവിൽ കഥ പറയാൻ പാടായിരിക്കും. അതിപ്പോൾ ബിജുവിൻ്റെ കഥ പറഞ്ഞാലും പാടായിരിക്കും. അതൊരു റൈഡ് വിത്ത് എ പോലീസ് ഓഫീസർ, ഒരു പോലീസുകാരൻ്റെ ഷോൾഡറിലൂടെ കാര്യങ്ങൾ കാണുന്നു എന്നുള്ളത് പറയാനല്ലാതെ അതിൻ്റെ കഥ പറയാൻ പാടാണ്. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. കഥ പറയാൻ ബുദ്ധിമുട്ടാണ്. റിവേഴ്സ് നറേറ്റീവിൽ മാത്രമേ കഥ പറയാൻ പറ്റുള്ളൂ. ഒരു ഹെയ്റ്റും സ്പ്രെഡ് ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. മാത്രമല്ല വളരെ റെസ്പെക്റ്റോടുകൂടിയാണ് സംസാരിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്.